സ്ട്രക്ചറിൽ ഒരു പിക്ചർ അതിനെ അതുപോലെ തന്നിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ നൃസിംഹമായി വരുന്നത്. അതിഗംഭീരമായിരിക്കുന്ന ഒരു ഭാവം, ഏത് അവസ്ഥയിലും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഭാവം. ഭക്തനാണെങ്കിൽ യാതൊരുവിധ ഭയവുമില്ലാതെ ചെന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഭാവമാണ് ഭഗവാൻ നരസിംഹാവതാരം. പക്ഷെ നമുക്കൊക്കെ പേടിയാണ്, അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് നിൽക്കാനോ ഒക്കെ നമുക്ക് ഭയമാണ്. ഒരു ഭയപ്പാടുമില്ലാതെ, സത്യം ഒരു ഭയപ്പാടുമില്ലാതെ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്ന ഭാവമാണ് നരസിംഹം. നാരായണ നാരായണ അങ്ങനെയുള്ള ഭഗവാന്റെ ആ ദിവ്യമായിരിക്കുന്ന രൂപത്തെ ഇവിടെ നമ്മൾ ഭാഗവതത്തിൽ കൂടി നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ അവതാര ചൈതന്യത്തെ എത്രമാത്രം ഭംഗിയായിട്ട് സ്വീകരിക്കാമോ അത്രമാത്രം ഭംഗിയായിട്ട് സ്വീകരിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹ കലകളെ പ്രാപ്തമാക്കാൻ തയ്യാറായിക്കൊണ്ട് വേണം ഇവിടെ ഇരിക്കാൻ. കഥയൊക്കെ നമുക്ക് പിന്നീട് നാളെ നേരം പോലെ നമുക്ക് നോക്കിക്കാണാം. അതിനെ കൂടുതൽ വിശദമായിട്ട് നമുക്കതിനെ പഠിക്കാം. എന്തായാലും ഇപ്പോൾ ഭഗവാന്റെ അവതാരത്തെ കേൾപ്പിച്ച് തുടർന്ന് നാമജപത്തോടുകൂടി ഇന്നത്തെ യജ്ഞം പരിപൂർണമായിട്ട് സമർപ്പിക്കും. ഇവിടെ ഭഗവാന്റെ അവതാരം കഴിയുമ്പോൾ മലര് കൊണ്ടും ശർക്കര കൊണ്ടും നിറവറ സമർപ്പിച്ചു ഭഗവാന്റെ അനുഗ്രഹത്തെ പ്രാപ്തമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് പറയാനേ പറ്റൂ, ആരുടെയും കയ്യെ പിടിച്ചൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സറിഞ്ഞ് അതിന് വേണ്ടതായ രീതിയിൽ ആ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പണത്തെ ചെയ്തുകൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ പ്രാപ്തമാക്കുക. അവനവന് വേണ്ടിയിട്ടായി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്തായാലും നമ്മൾ ഭഗവാന്റെ തിരുവതാരത്തിലേക്ക് കിടക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ